എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 2 പുഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു 2 പുഡിങ്ങും ഈസിയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് സൽക്കാരങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ 2 പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു കരിക്കാണ് കേട്ടോ. ഈ ഒരു കരിക്കിൻ്റെ ഉള്ളിൽ ഈ ഒരു വെള്ളം നമുക്ക് ഒരു അരിപ്പയിലൂടെ ഊറ്റി മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കരിക്കിൻ്റെ വെള്ളം ഇവിടെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലെ ഒരു കരിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതുപോലെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണൊക്കെ മാത്രം മതി. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കരിക്കൊക്കെ എടുക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളൊരു വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒരു കരിക്കും ഉണ്ടായിരിക്കും. പക്ഷേ UAE-ലൊക്കെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കൂടുതലും വാങ്ങിക്കുമ്പം ആ ഒരു വെള്ളം മാത്രമേ ഉള്ളിൽ കാണത്തുള്ളൂ. അങ്ങനെ നമുക്ക് വെള്ളം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ പാക്കറ്റിൽ നമുക്ക് ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു പൾപ്പ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു പൾപ്പ് എടുത്താൽ മതി. ഏകദേശം 1 കപ്പൊക്കെ കേട്ടോ, 250 ml കപ്പിൽ 1 കപ്പ് ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു പൾപ്പ് മാത്രമായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ നമ്മളൊരു കരിക്കിൻ്റെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാനൊന്ന് അളന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു 1.25 കപ്പോളം തന്നെ ഒരു കരിക്കിൻ്റെ ഒരു വെള്ളം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു കരിക്കിൻ്റെ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കരിക്കിൻ്റെ ഒരു വെള്ളത്തിന് അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു മധുരം നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ചൈന ഗ്രാസിൻ്റെ ഒരു പൗഡറാണ്. ജലാറ്റിൻ അല്ല, ചൈന ഗ്രാസിൻ്റെ ഒരു പൗഡറാണ് 2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ അഗർ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചൈന ഗ്രാസിൻ്റെ പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പൗഡർ വെജ് ആണ് കേട്ടോ. ജലാറ്റിൻ ഉപയോഗിക്കാത്തവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ചൈന ഗ്രാസിൻ്റെ ഒരു സ്റ്റിക്കാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 5 to 7 ഗ്രാം എടുക്കുക. കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക്, ആ ഒരു കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു സ്റ്റിക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ. ഇതുപോലെ പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആ ഒരു ചൈന ഗ്രാസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചൈന ഗ്രാസിൻ്റെ ഒരു പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഇതുപോലെ അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലിരുന്ന് ഇതിൻ്റെ ചൂട് നന്നായി കുറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറിൽ നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് ഉറച്ച് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് അളവിൽ പാലാണ് വേണ്ടത്. 250 ml കപ്പിൽ 4 കപ്പ് അളവിൽ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാൽ അത്യാവശ്യം ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇളനീരിൻ്റെ ഒരു പൾപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പൾപ്പ് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇനി നിങ്ങൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഒരു ഇളനീരിൻ്റെ ഒരു പൾപ്പാണ് എടുക്കുന്നതെങ്കിലും 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പപ്പാതി അളവിലാണ് കേട്ടോ. ആദ്യം കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരത്തിന്റെ അളവ് പറയാത്തത്, നമുക്ക് എത്രത്തോളം ആ ഒരു മധുരം വേണോ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കറക്റ്റ് ഒരു മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ചൈന ഗ്രാസിൻ്റെ ഒരു പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ലിറ്റർ പാലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ അളവിൽ ഒരു അഗർ പൗഡർ, ചൈന ഗ്രാസിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു പൗഡറൊക്കെ നന്നായിട്ട് അതിൽ മെൽറ്റായി വന്നതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിളച്ചൊന്ന് ചൂടായിട്ട് വരണം. ആ ഒരു സമയമായി വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ചെറിയതായിട്ട് തിക്കായി വരുന്നത് പോലെ ആകും. അപ്പോൾ ഇതാണ്ടില്ല, ഈ ഒരു പരിവായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് കുറയണം. അപ്പോൾ ഈ ഒരു ചൂടൊന്ന് കുറയുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കട്ടയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് എനിക്കൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ ചെറിയ ചെറിയ കട്ടകളാക്കി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണ്ട.
അത്യാവശ്യം ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പുഡിങ് മുറിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് വലുതാണെങ്കിൽ. അപ്പോൾ അത്യാവശ്യം ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാലിൻ്റെ കരിക്കിൻ്റെയൊക്കെ ഒരു മിക്സ് ഇല്ലേ, ഈ ഒരു മിക്സിൻ്റെ ചൂട് അത്യാവശ്യം നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ആകണമെങ്കിൽ നമ്മളൊരു ഓവർനൈറ്റ് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിത് സെറ്റായി കിട്ടും. ഇത് ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല. 3 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ച് നന്നായി സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് പതിയെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് വീണ് കിട്ടും. ശേഷം നമുക്ക് ഇതുപോലെ ഓരോ പീസാക്കി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇളനീർ പുഡിംഗ് ആണ് കേട്ടോ ഇത്. നമ്മളൊരു കരിക്കിൻ്റെ വെള്ളം കൊണ്ടാണ് ആ ഒരു ജെല്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലിൽ നമ്മളൊരു കരിക്കിൻ്റെ പൾപ്പും കൂടി ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കഴിക്കുമ്പോഴത്തേക്കും ഒരു കരിക്കിൻ്റെ ഒരു ഫ്ലേവർ നല്ല പോലെ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഇളനീർ പുഡിങ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു പുഡിങ് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു പുഡിങ് ആണ്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡ് ആണ് കേട്ടോ. ബ്രെഡിൻ്റെ എണ്ണം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബ്രെഡിന്റെ മുറിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് കേട്ടോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങൾ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതുപോലെ അലുമിനിയം ഫോയിലിൽ ചെറിയ പാത്രമില്ലേ ആ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു 2 പാത്രത്തിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഓരോ പാത്രത്തിലും ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ ഒരു ലെയർ ആയിട്ട് ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാ പാത്രത്തിലും തന്നെ ആ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇതുപോലുള്ള പുഡിങ്ങുകളൊക്കെ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് പാലിൽ വെള്ളം ചേർക്കാതെ ഇരിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. നല്ല ഫുൾ ഫാറ്റ് പാല് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 ലിറ്റർ അളവിൽ പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായി പാല് ചൂടായിട്ട് വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഈ ഒരു പുഡിങ്ങിന് മധുരം വേണോ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പാല് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ കടകളിൽ നിന്ന് ക്യാരമൽ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഈ ഒരു 2 പാക്കറ്റാണ് കേട്ടോ. ക്യാരമൽ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ ഈ ഒരു പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ക്യാരമൽ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ 2 പാക്കറ്റാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ ഇതിലൊരു പൗഡറും കാണും, പിന്നെ ഈ ഒരു ക്യാരമലിന്റെ ഒരു സിറപ്പും കാണും. നമുക്ക് ഇതിലേക്ക് ഒരു ക്യാരമൽ സിറപ്പിന്റെ ആവശ്യമില്ല, ഈ ഒരു പൗഡർ മാത്രം മതി. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റിലും ക്യാരമൽ സിറപ്പ് നമ്മളങ്ങ് എടുത്ത് മാറ്റാം. ഈ ഒരു പൗഡർ മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് ഒരു പാക്കറ്റ് 71 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അതിലൊരു പൗഡർ മാത്രം മതി നമുക്ക്. ആ ഒരു ക്യാരമൽ സിറപ്പ് ആവശ്യമില്ല. അതുപോലെ തന്നെ 1 ലിറ്റർ പാൽ എടുക്കുന്നതുകൊണ്ടാണ് 2 പാക്കറ്റ് നമുക്ക് ഈ ഒരു പൗഡർ ആവശ്യമായിട്ട് വരുന്നത്. 1/2 ലിറ്റർ ആണെങ്കിൽ ഒരൊറ്റ പാക്കറ്റിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാലിലേക്ക് തന്നെ വേണം നമ്മൾ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 2 പാക്കറ്റും ഇതുപോലെ പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റോളം ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഏകദേശം ഒരു 4-5 മിനിറ്റോളം തന്നെ നമ്മൾ നന്നായിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഒരു 4-5 മിനിറ്റോളം ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 4-5 മിനിറ്റോളം ഇളക്കി ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ആ ഒരു ബ്രെഡ് കുതിരുന്ന ഒരു രീതിയിൽ നമ്മളിതിലേക്ക് ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക.
ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് പോയാൽ ആ ഒരു പാത്രത്തിൽ ഇരുന്ന് തന്നെ ഇതങ്ങ് സെറ്റ് ആവും. ഇതുപോലെ ആ ഒരു ബ്രെഡ് കുതിരുന്ന രീതിയിൽ എല്ലാത്തിലും തന്നെ ആദ്യം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ ആയിട്ട് വീണ്ടും ബ്രെഡ് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ബ്രെഡിന്റെ മുകളിലേക്കും ആ ഒരു ബ്രെഡ് ഒന്ന് കുതിരുന്ന ഒരു രീതിയിൽ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 300 ml ഫ്രഷ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 300 ml ഫ്രഷ് ക്രീം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീമിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഏകദേശം ഒരു 1/4 കപ്പൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു പുഡിങ്ങിന് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് സഫ്രോണ്, ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സഫ്രോണ് ചെറു ചൂട് വെള്ളത്തിൽ കുറച്ച് സമയം ഇതുപോലെ ഇട്ട് കൊടുത്തതാണ്. ആ ഒരു മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരം നോക്കുക. മധുരം കുറവാണെങ്കിൽ വീണ്ടും ഇതുപോലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു മിക്സ് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അത്യാവശ്യം തണുത്ത് വന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഉറച്ചു വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് വേണം നമ്മൾ ഇതുപോലെ ഈ ഒരു ക്രീം ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാത്തിലും തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാത്തിലും തന്നെ ആ ഒരു ക്രീമിന്റെ ഒരു മിക്സും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ ഒരു മുകൾ ഭാഗം കാണാനൊരു ഭംഗിക്കും, അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് കഴിക്കുന്ന സമയത്ത് ഒരു നട്ട്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ബദാം തിന്നായിട്ട് കട്ട് ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ് വെതറി. അപ്പോൾ ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഫ്രോണിന്റെ ഒരു മിക്സ് വേണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാട്ടോ മുകളിലായിട്ട്. ഇത് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് ഇത്ര സമയമൊന്നുമില്ല. നന്നായിട്ട് തണുത്ത് ഇതിന്റെ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് ഉറച്ചു വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം തന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തണുക്കണം കേട്ടോ. നന്നായി തണുത്ത് സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിത് സെർവ് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൊണ്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അത്രയും നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു ആദ്യത്തെ ഒരു ലെയർ ആണെങ്കിലും നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.